നമ്മുടെ നാട്ടിൽ LPG സിലിണ്ടറുകൾക്കൊക്കെ കടുത്ത ക്ഷാമം, പാചകവാതകം കിട്ടാതെ കുടുംബങ്ങൾ വലയുന്നു. ഇതിനിടയിൽ പെട്രോൾ പമ്പുകളിൽ ഓരോ ദിവസവും വിലപ്പട്ടികയും പുതുക്കി എഴുതുകയാണ്. സാധനങ്ങൾക്കും വില കുത്തനെ ഉയരുന്നു. പറയുന്നത് വൻ ഒരു പട്ടിണിയും പരിവട്ടവും വരാൻ പോകുന്നു എന്നൊക്കെയാണ്. സാധാരണക്കാരൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതാ വരുന്നു ലോകം ഉറ്റുനോക്കുന്ന ആ വലിയ വാർത്ത. ഇന്ത്യ നേരിടുന്ന ഈ വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 4 വർഷത്തിന് ശേഷം ആദ്യമായി പെട്രോൾ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിക്കേണ്ടി വന്ന ആ കടുത്ത തീരുമാനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? മോദി ഒടുവിൽ അബുദാബിയിൽ എത്തുമ്പോൾ ലോകം എന്തിനാണ് ഇത്രയേറെ ഭയപ്പെടുന്നത്? വെറും ഒരു നയതന്ത്ര സന്ദർശനമല്ല ഇത്. മിഡിൽ ഈസ്റ്റിലെ കരുത്തുറ്റ ശക്തിയായി UAE-യുമായി ചേർന്ന് മോദി നടത്തിയ ആ മാസ്റ്റർ പ്ലാൻ ഇന്ത്യയുടെ അടുത്ത 50 വർഷത്തെ ഭാവി മാറ്റി എഴുതാൻ പോവുകയാണ്. അമേരിക്കയും ചൈനയും പോലും അമ്പരന്ന് നിൽക്കുന്ന ആ $5 ബില്യൺ കരാറുകൾ എന്തൊക്കെയാണ്? പാകിസ്ഥാനെ UAE തടഞ്ഞത് എന്തിനാണ്? ഇന്ധനവില ഇനി താഴുമോ? ഇനിയും മേലേക്ക് കുതിക്കുമോ? എന്തായാലും നിങ്ങളുടെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ മുതൽ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വരെ നിയന്ത്രിക്കുന്ന ആ വമ്പൻ കരുനീക്കങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത്. ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് ചരിത്രപരമായ ഒരു വഴിത്തിരിവിലാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ ചാഞ്ചാട്ടം ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. US ഇറാൻ സംഘർഷമൊക്കെ പാരമ്യത്തിലെത്തിയതോടെ ഹോർമുസ് കടലിടുക്കിന്റെ അവസ്ഥ വളരെയേറെ പരിതാപകരമാണ്. കപ്പൽ ഗതാഗതം ഏതാണ്ടൊക്കെ സ്തംഭിച്ചു. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയെ നേരിട്ട് ബാധിച്ച ഒരു വിഷയമാണ്. ഇന്ത്യ ആകട്ടെ എണ്ണയുടെ 85% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന് $1 വില വർദ്ധിച്ചപ്പോലും ഇന്ത്യയുടെ ധനക്കമ്മി കോടിക്കണക്കിന് രൂപയായിരിക്കും വർദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് പെട്രോൾ ഡീസൽ വിലയിൽ ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരായത്. ഇത് കേവലം ഒരു വിലവർധനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക ഷോക്കിനെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലായിരുന്നു. മെയ് 11 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ച വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അത്. പൗര പങ്കാളിത്തം എന്ന വാക്കാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ വർക്ക് ഫ്രം ഹോം എടുക്കുക, സ്വർണം ഇക്കൊല്ലം വാങ്ങിക്കാതിരിക്കുക, പൊതുഗതാഗതം കൂടുതൽ ഉപയോഗിക്കുക, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുക, സാധ്യമായ ഇടങ്ങളിൽ വിദൂര ജോലികളൊക്കെ, അതായത് റിമോട്ട് വർക്കൊക്കെ സ്വീകരിക്കുക. ഇതിലൂടെ ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി വരെ അദ്ദേഹം വെട്ടിക്കുറച്ചു. അപ്പോൾ ഇതൊക്കെ കേവലം ഉപദേശങ്ങളല്ല, മറിച്ച് ഇന്ത്യ ഒരു എനർജി എമർജൻസി നേരിടുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു. എന്നാൽ അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ ഒരു അവസരമാക്കി മാറ്റാനാണ് മോദി അബുദാബിയിലേക്ക് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഫലം അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുമായിട്ടുള്ള അഡ്നോക്കുമായിട്ടുള്ള കരാറാണ്. മംഗലാപുരത്തെ നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാറക്കടിയിൽ നിർമ്മിച്ച കൂറ്റൻ ഗുഹകളാണിത്. ഇന്ത്യക്ക് അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള എണ്ണ ശേഖരമാണ് ഇവിടെയുള്ളത്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും നൽകാത്തൊരു പ്രത്യേക അവകാശം ഇന്ത്യ UAE-ക്ക് നൽകി. നമ്മുടെ ഈ ശേഖരത്തിൽ എണ്ണ സംഭരിക്കാനുള്ള അവകാശം. അപ്പോൾ ഇതിൻ്റെ ഗുണം എങ്ങനെയായിരിക്കും? അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ, ഇറക്കുമതി തടസ്സപ്പെട്ടാൽ ഇന്ത്യക്ക് ആദ്യത്തെ മുൻഗണന ഈ എണ്ണയുടെ മേലുണ്ടായിരിക്കും. ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയൊരു കുഷനിങ് അഥവാ എക്കണോമിക് കുഷനിങ് എന്നാണ് ഇതിന് പറയുക. അതായത് UAE OPEC കൂട്ടായ്മയിൽ നിന്നും പുറത്തു വരാൻ തീരുമാനിച്ച സമയം നോക്കുക. മെയ് 1 അവരെടുത്ത ആ തീരുമാനം ലോക വിപണിയെ തന്നെ പിടിച്ചുകുലുക്കി. സൗദി അറേബ്യയുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് UAE സ്വന്തം ഉൽപാദന ലക്ഷ്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചത്. പ്രതിദിനം 3.2 ദശലക്ഷം ബാരലിൽ നിന്നും 4.85 ദശലക്ഷം ബാരലായി അവർ ഉൽപാദനം വർദ്ധിപ്പിക്കും. ഇത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. കാരണം ലോക വിപണിയിൽ എണ്ണ ലഭ്യമാകുമ്പോൾ വില കുറയും. അപ്പോൾ ഈ കുറഞ്ഞ വിലയിലുള്ള എണ്ണ ഇന്ത്യക്ക് നേരിട്ട് നൽകാൻ UAE തയ്യാറുമാണ്. ഇത് നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിലേക്ക് വില കുറയ്ക്കാൻ ഇടയാക്കും. ഇന്ത്യൻ വിദേശകാര്യ നയതന്ത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് രൂപ ദിർഹം ലോക്കൽ കറൻസി സെറ്റിൽമെൻറ്റ്, അതായത് LCS എന്ന് പറയും, ലോക്കൽ കറൻസി സെറ്റിൽമെൻറ്റ് സിസ്റ്റം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ ഡോളറിലാണല്ലോ പണം നൽകുക, അറിയാമല്ലോ. ഡോളറിൻ്റെ മൂല്യം കൂട്ടുമ്പോൾ നമ്മൾ കൂടുതൽ രൂപ നൽകേണ്ടി വരും. ഇതാണ് ഇന്ത്യയിൽ ഇന്ധനവില കൂടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്നാൽ മോദി സർക്കാർ അബുദാബിയുമായി ഉണ്ടാക്കിയ ഒരു കരാർ പ്രകാരം നമ്മൾ UAE-യിൽ നിന്നും വാങ്ങുന്ന എണ്ണയ്ക്ക് ഇന്ത്യൻ രൂപയിൽ പണം നൽകും. തിരിച്ച് അവർ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾക്ക് ദിർഹത്തിലും പണം നൽകാം. ഡോളറിൻ്റെ ഇടനില ഒഴിവാകുന്നതോടെ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം സുരക്ഷിതമാകും. ഇത് രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനായി സഹായിക്കും. ഡോളറിനെ ആയുധമാക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കുള്ള ഭാരതത്തിന്റെ ചുട്ട
മറുപടിയാണത്. ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു മാതൃകയാണത്. ഡോളർ ഇല്ലാതെ വ്യാപാരം നടത്താൻ കഴിയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം ഉറപ്പിക്കുകയാണല്ലോ. അപ്പോൾ UAE-യുമായുള്ള ബന്ധം വെറും സാമ്പത്തിക ഇടപാടിൽ ഒതുങ്ങുന്നതുമല്ല. മെയ് 15-ന് ഒപ്പിട്ട തന്ത്രപരമായ പ്രതിരോധ ചട്ടക്കൂട് ഒരു ഗെയിം ചേഞ്ചറാണ്. ഇതിനു മുമ്പ് ഇന്ത്യയും UAE-യും തമ്മിൽ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ കരാർ ഉണ്ടായിട്ടേ ഇല്ല. ഡെസേർട്ട് സൈക്ലോൺ സായിദ് തൽവാൻ, അതായത് ഈ സൈനിക അഭ്യാസങ്ങളൊക്കെ വെറും ഒരു പ്രകടനം മാത്രമല്ല. അറബിക്കടലിലും ഒമാൻ ഉൾക്കടലിലും ഇന്ത്യയുടെയും UAE-യുടെയും നാവികസേനകൾ ഒരുപോലെ പ്രവർത്തിക്കാൻ പ്രാപ്തരാവുകയാണ്. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തെ പ്രതിരോധിക്കാൻ UAE-യുടെ സഹകരണം ഇന്ത്യക്ക് എന്തായാലും അനിവാര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷാ ചുമതല ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ UAE അതിൽ പ്രധാന പങ്കാളിയാകുന്നു. UAE-യുടെ വിദേശ നയം ഇപ്പോൾ കൂടുതൽ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ത്യയുടെ സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അപ്പോൾ ഇന്ത്യയുടെ സാഗർ ദർശനവുമായി UAE പൂർണ്ണമായും യോജിച്ചു പോകുന്നു. ഗൾഫ് മേഖലയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നുണ്ട്. പണ്ട് പാകിസ്ഥാന്റെ വലിയ സഹായികളായിരുന്നു UAE. ഇപ്പൊ അവരെ കൈവിടുകയാണ്. പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ UAE കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി. ഭീകരവാദമൊന്നും വെച്ചു വെറുപ്പിക്കേണ്ട കാര്യമില്ല, അത് രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലായി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും തീവ്രവാദ ബന്ധമുള്ളവരെയൊക്കെ അവർ നാട് കടത്തുകയാണ്. $3.5 ബില്യൺ തിരികെ നൽകാൻ പാകിസ്ഥാനോട് അവർ ആവശ്യപ്പെട്ടത് അവരെ സാമ്പത്തികമായി തകർത്ത് കഴിയുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ യുഗമാണ്. UAE-ക്ക് ഇപ്പോൾ വേണ്ടത് അവിദഗ്ധ തൊഴിലാളികളെയല്ല, പകരം IT-യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അറിയുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ചുറുചുറുക്കരായ ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ്. 2024 UAE-യിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ എണ്ണം 45 ലക്ഷമായി വർദ്ധിച്ചു. പാകിസ്ഥാനെ ഒരു ലയബിലിറ്റി ആയിട്ടാണ് ഇപ്പോൾ UAE കാണുന്നത്. അതേസമയം ഇന്ത്യയെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയായും സ്ട്രാറ്റജിക് പാർട്ട്ണർ UAE ഇന്ത്യ. അപ്പോൾ മോദി അബുദാബിയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ആ വലിയ സ്വീകരണം പാകിസ്ഥാനുള്ള ശക്തമായ മറുപടിയാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി IMEC തകർന്നു എന്ന് പറഞ്ഞവർക്ക് മോദിയുടെ സന്ദർശനം ഒരു മറുപടിയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം കാരണം ഈ പദ്ധതി തടസ്സപ്പെടുമെന്ന് പലരും കരുതി. UAE ഇസ്രയേൽ ഇറാൻ യുദ്ധം കാരണം ഇതില്ലാണ്ടാവുമെന്ന് പലരും കരുതി. എന്നാൽ ഇതൊരു തലമുറ പദ്ധതിയാണെന്ന് മുൻ അംബാസഡർ സഞ്ജയ് സുധീർ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ നിന്നും UAE വഴി സൗദി അറേബ്യയും ജോർദാനും കടന്ന് യൂറോപ്പിലെത്തുന്ന ഈ പാത ലോക വ്യാപാരത്തിന്റെ നട്ടലായി മാറും. അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നിശബ്ദമായി നടക്കുന്നുണ്ട്. ഡിജിറ്റൽ ഡോക്യുമെന്റേഷനും കസ്റ്റംസ് ഏകോപനവും ഒക്കെ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ചൈനയുടെ BRI പദ്ധതിക്ക് ഇന്ത്യ നൽകുന്ന ബദലാണിത്. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയം ഇന്ന് ലോക രാജ്യങ്ങളെയൊക്കെ അതിശയിപ്പിക്കുകയാണ്. എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു? ട്രംപുമായും നെതന്യാഹുവുമായും ഇറാനുമായും ഒക്കെ ഇവർക്ക് ഒരേ സമയം എങ്ങനെ ഇത്തരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നു? അപ്പോൾ നമുക്ക് ഇറാനുമായി ബന്ധമുണ്ട്, UAE-യുമായും വലിയ ബന്ധമുണ്ട്, റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു, അമേരിക്കയുമായി പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുന്നു. ഇതിനെയാണ് തന്ത്രപരമായ സ്വയംഭരണം എന്ന് വിളിക്കുന്നത്. നമ്മൾ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. നമ്മുടെ പക്ഷം ഇന്ത്യയുടെ താല്പര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ഏകകണ്ഠമായ തീരുമാനം ഉണ്ടായില്ല എന്നതൊരു പരാജയമല്ല, അത് ഇന്ത്യയുടെ നിലപാടുകളിലെ വ്യക്തതയാണ്. അപ്പോൾ ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യ മാറുമ്പോൾ UAE പോലെയുള്ള രാജ്യങ്ങൾ ഭാരതത്തെ പിന്തുണയ്ക്കുന്നു. വിലക്കയറ്റവും ഇന്ധനക്ഷാമവും നമ്മളെ താൽക്കാലികമായി അലട്ടുന്നുണ്ടാകാം, എന്നെയും നിങ്ങളെയൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിനൊരു ശാശ്വത പരിഹാരം മോദി സർക്കാർ അബുദാബിയിൽ ഉറപ്പാക്കി കഴിഞ്ഞു. $5 ബില്യൺ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോവുകയാണ്. നമ്മുടെ പ്രശ്നമെല്ലാം മാറുകയാണ്. എണ്ണവില നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ, LPG-ക്കുള്ള പരിഹാരങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഈ കരാറുകൾ സഹായിക്കും, തീർച്ചയാണ്. എന്തായാലും പാകിസ്ഥാൻ ഒറ്റപ്പെടുമ്പോഴും ചൈന അമ്പരക്കുമ്പോഴും ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റം നിങ്ങളുടെ നിത്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു മടിയും കൂടാതെ, നിങ്ങളുടെ സംശയങ്ങൾ അടക്കം, അഭിപ്രായം മാത്രമല്ല, എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ നന്ദി.